ഹലോ, ഇന്ന് നമുക്ക് നല്ല നാടൻ വെറുത്ത നെല്ലിക്ക അച്ചാർ ഇതുപോലെ ആരെങ്കിലും വെച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്ന് വെച്ച് നോക്കിക്കേ. നല്ല അടിപൊളി നല്ല മുഴുത്ത നെല്ലിക്ക കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് ഞാൻ എൻ്റെ പരീക്ഷണം പോലെ ചെയ്തതാണ്. ഇതുപോലെ വെക്കാറുണ്ടോ എന്നറിയില്ല, ചിലവർ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ചുവട് കനമുള്ള ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെല്ലെണ്ണയില്ലേ, അതായത് എള്ളെണ്ണ എന്നൊക്കെ ചിലത് പറയില്ലേ, അതെടുത്ത് അത് ഒഴിച്ച് നല്ല ചൂടായ ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് ഈ നെല്ലിക്കേനെ ഞാൻ ലൈറ്റായിട്ടൊന്ന് ആവി കയറ്റിയ നെല്ലിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല ഇങ്ങനെ നീളത്തിൽ, അത് കണ്ടില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ സ്ക്വയറായിട്ട് വന്നു. അതിങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞൊന്ന് വരും. നല്ല മൂത്ത നെല്ലിക്കുകയാണെങ്കിലാണ് ഇങ്ങനെ വരിക കേട്ടോ. എന്നിട്ട് അതിനെ നല്ലോണം ആ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുക. നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതുപോലൊരു അച്ചാർ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതുപോലെ നല്ലോണം വറുത്ത് ഏകദേശം ഒരു കളറ് ഒരു ലൈറ്റ് ഗോൾഡ്, അങ്ങനെ നല്ല ഗോൾഡും ആവണ്ട, എന്നാൽ ആ എണ്ണയിൽ കിടന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം എനിക്ക് നല്ല കല്ലുപ്പ് തന്നെ ഇടുക കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്. കല്ലുപ്പിട്ടിട്ട് അതിലേക്ക് ഒരു പിടി, കൈ കൊണ്ട് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് അതിനെയും ആ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ ആ കറിവേപ്പിലെല്ലാം കരിമുരുന്നുള്ള ഒരൊച്ച വരും. ആ സമയത്ത് നമ്മൾ എരിവിനനുസരിച്ച്, അച്ചാറാകുമ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ അല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ സ്പൂണ് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എത്ര നെല്ലിക്കുണ്ടോ അതിനനുസരിച്ച് മുളക് പൊടി ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുണ്ടൻ സ്പൂണിൽ ഞാൻ 2 സ്പൂണല്ല, കുഞ്ഞൻ കരണ്ടിയിൽ ഇട്ടു. അതിന് ശേഷം ഒരു കരണ്ടി അച്ചാറ് പൊടിയും ഇട്ടു. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ പച്ച മണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഈ ആവിയിൽ വേവിച്ചതിൻ്റെ കുറച്ച് അതിൻ്റെ നീര് കിട്ടും. ആവിയിൽ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് സുറുക്കി വിനാഗിരിയില്ലേ, അതും കൂടിയിട്ട് ഒഴിച്ചിട്ട് അത് ഇതിലൊഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊന്ന് ചൂടാകുമ്പോൾ തീ ഓഫാക്കി വയ്ക്കുക. നല്ല അടിപൊളി അച്ചാറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. സൂപ്പർ അച്ചാർ പറഞ്ഞാൽ സൂപ്പർ അച്ചാറാണ്. കണക്കിന് ഉപ്പും എല്ലാം കൂടിയിട്ടാകുമ്പോൾ എന്ത് രസമാണ്. ഈ മഴക്കാലത്ത് ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയേക്കേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ അച്ചാറും കൂടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ചോറിനണേ. ടാറ്റാ, ബൈ ബൈ.